വളരെ തിരക്കിലാണ്. കാരണം ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മളോട് എല്ലാ വർഷവും രമേശ് കുറച്ച് സമയം ചെലവഴിക്കും. കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ. ചിലപ്പോൾ ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ കാണുന്നത് ഇന്ന് മാത്രമായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടില്ലെങ്കിലും നിലനിൽക്കാവുന്ന രീതിയിൽ സൗഹൃദ ബന്ധം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാണാത്തതുകൊണ്ടോ വിളിക്കാത്തതുകൊണ്ടോ ഒരു വിഷമം തോന്നുന്നില്ല. കാരണം എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ഉണ്ടെന്നൊരു ഇതുണ്ട്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നമുക്ക് അതിനിടയിൽ നമ്മുടെ സ്വാമിജിയുണ്ട്. സ്വാമിജിയുടെ വിവരങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ പ്രായത്തിന്റെ ഇത് നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റൂ, ഇനി ചെറിയ സമയമേ ഉള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അവനെ കാണാത്തതും വിളിക്കാത്തതും ഇരിക്കാത്തതും ഒന്നും ഒരു വിഷമം, അതല്ല ബുദ്ധിമുട്ടായിട്ട്, അതല്ല ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞത്. ഇത് കൂട്ടർക്ക് അതിലൊരു പരിഭവമില്ല. വിനോജിക്കുള്ള തിരക്കുകൾ രമേശിയൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അങ്ങനെ പിന്നെ കാണണമെന്ന് വിചാരിച്ച് നമ്മൾ കാണണം. പക്ഷെ നമ്മൾ കോവിഡ് സമയത്ത് ഇവിടെ ഇരുന്നല്ലോ. ഒരാളും വരാൻ ധൈര്യപ്പെടാത്ത കാലത്ത് വിനോദ് ക്യാമറ ആയിട്ട് വന്നപ്പോൾ നമ്മൾ മണിക്കൂറുകളിലൂടെ ചെലവാക്കിയല്ലോ. അയ്യോ, അത് ശരിയാണ്. അതിന്റെ ആൾക്കാരൊക്കെ തോന്നുമ്പോൾ ഇവിടെ പണിയെടുക്കുന്നുണ്ടല്ലേ അല്ലേ? അതെ. അന്ന് രമേശിയെ കാണുമ്പോൾ ഭയങ്കര എനിക്ക് മനസ്സിലായില്ല. ഈ ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോഴേ നിൽക്കുമ്പോൾ ഇത് ആരാണെന്ന് തന്നെ അറിഞ്ഞില്ല. കാരണം അന്ന് ക്യാമറയായിട്ടല്ല, അവരവരെ വീട്ടിലത്തെ ഒരു മൃതദേഹമായിട്ട് വരാൻ പോലും ധൈര്യമില്ലാത്ത കാലത്ത് നമ്മൾ മണിക്കൂറുകൾ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇല്ല. അന്ന് രമേശ് പറഞ്ഞല്ലോ, ആരും ഒരാളെയും ഇവിടെ ഇങ്ങോട്ട് കണ്ടില്ല, വിനോദ് മാത്രമാണ് വന്നെന്നും പറഞ്ഞല്ലോ. അത് ഞാൻ നുണ പറഞ്ഞതല്ല. ഒരാൾക്കും അതിലൊരു പേടി കൊണ്ടാണ്, ഒരു കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ എനിക്ക് തോന്നി, കാരണം അങ്ങനെ ഒരു സംഭവം നമ്മൾ എടുക്കണം. കാരണം ഞാനൊക്കെ വരുന്ന സമയത്ത് ഈ ആംബുലൻസിൽ വരുമ്പോൾ ആരാണ് നമുക്ക് കൊണ്ടുവരുന്ന ആരാണെന്ന് തന്നെ അറിയില്ല. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും അറിയാം. അവിടെ വരുന്നവരെ നമ്മൾ കാണുന്നില്ല, അറിയേയില്ല. രമേശിക്ക് അത് ഏറ്റെടുത്ത് ഇവിടെ ചെയ്യുന്നതൊക്കെ നമ്മൾ അന്നൊക്കെ ചെയ്ത ആ കാര്യങ്ങൾക്ക് വലിയൊരു നമ്മൾക്കും അതിന്റെ ഒരു ഇന്റൻസിറ്റി അറിഞ്ഞിട്ടൊന്നല്ല. പക്ഷെ ഇത് മരിക്കും ഇതിൽ ഇടപഴകാന്നൊരു ധാരണ. അല്ല, രമേശിക്ക് കോവിഡ് പിടിപെട്ടല്ലോ. ഞാനും കിടന്നു, നന്നായി കിടന്നു. നമ്മുടെ സമയമായി.